5-ന് കോട്ടയത്ത് നടന്ന കാർ അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കുഞ്ഞിനെ 4 കുഞ്ഞുങ്ങൾക്ക് പുതുജീവനേകി യാത്രയായി എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഇത്ര ചെറിയ ജീവിത കാലയളവിൽ 4 പേർക്ക് പ്രതീക്ഷയാകാൻ കഴിഞ്ഞ പൊന്നോമനയാണ് ഞങ്ങളുടെ മകൾ. ആ 4 കുഞ്ഞുങ്ങളുടെയും ഞങ്ങളുടെ പൊന്നുമോളുടെ ജീവനുണ്ട്. ഞങ്ങളുടെ മകൾ അവരിലൂടെ വളരുമെന്നാണ് ആ വിശാല മനസ്കരായിട്ടുള്ള അച്ഛനും അമ്മയും അരുണും ഷെറിൻ എബ്രഹാമും പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നോക്കൂ, എത്ര ബ്രോഡായിട്ടുള്ള ചിന്താഗതിയാണ് അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത്. അതായത് എൻ്റെ മകൾ ഇനി വളരാൻ പോകുന്നത് 4 കുട്ടികളിലൂടെയാണ് എന്നാണ് ഇവർ യാതൊരു മടിയും കൂടാതെ തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അപകടത്തിൽ പരിക്കേറ്റ ഷെറിൻ കഴിഞ്ഞ ദിവസമാണ് വീട്ടിലെത്തിയത്. അപ്പോഴാണ് അരുൺ അവയവദാനത്തെക്കുറിച്ച് ആദ്യം പറയുന്നതും ചിന്തിക്കുന്നതും. അപ്പോൾ തന്നെ ഷെറിൻ ഒന്നും നോക്കിയില്ല, നിറഞ്ഞ മനസ്സോടെ അവയവദാനം നടത്താമെന്ന് സമ്മതിച്ചു. സാധാരണ അങ്ങനെ സമ്മതിക്കാറില്ല ഒരു മാതാപിതാക്കളും, അല്ലെങ്കിൽ മാതാപിതാവല്ല ബന്ധുക്കൾ പോലും സമ്മതിക്കാറില്ല. കാരണം സ്വന്തം കുഞ്ഞിൻ്റെ ശരീരത്തിലെ ഈ അവയവം മറ്റൊരാൾക്ക് കൊടുക്കുന്നത് ആ സമയത്തുള്ള ആ കുഞ്ഞിൻ്റെ ശരീരത്തോടുള്ള, ഇനി ശരീരം മാത്രമേ ഉള്ളൂ, അതിനോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടല്ലോ, അത് അതിഭീകരമായിരിക്കും ഏതൊരു അച്ഛനും അമ്മയ്ക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എൻ്റെ കുഞ്ഞിനെ അങ്ങനെ വിട്ടുതരില്ല എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാമായിരുന്നു. പക്ഷേ അവരങ്ങനെ പറഞ്ഞില്ല എന്നുള്ളതാണ് അവരെ ദൈവതുല്യരാക്കി മാറ്റുന്നത്. ഇതിനെ തുടർന്ന് സർക്കാർ സംവിധാനമായിട്ടുള്ള കേസ് ഓട്ടോ വഴി അവയവദാന പ്രക്രിയകൾ ഏകോപിപ്പിച്ചു. ഇനി ആലിൻ ഷെറിൻ്റെ സംസ്കാരമാണ്. അത് ഔദ്യോഗിക ബഹുമതികളോടെ തന്നെ നൽകുമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുകയാണ്. പോരാത്തതിന് നമ്മുടെ സകല സാംസ്കാരിക നായകരും, നമ്മുടെ സിനിമാ മേഖലയിലുള്ള സകല പ്രവർത്തകരും, ഈവൻ മോഹൻലാൽ പോലും ആലിൻ ഷെറിൻ്റെ ഈ വാർത്ത കേട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. നൊമ്പരമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ദൈവതുല്യരായിട്ടുള്ള ആലിൻ്റെ മാതാപിതാക്കളെ കാണുമ്പോൾ അവരുടെ കാലു തൊട്ട് നമസ്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ കേരളം മുഴുവനും. കേരളത്തിലെ സകല സാംസ്കാരിക നായരും, കേരളത്തിലെ ഭരണ നേതൃത്വവും, കേരളത്തിലെ ജനങ്ങളും, കേരളത്തിലെ സകല ആൾക്കാരും അവർക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയാണ് എന്ന് മാത്രമേ ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാനായി സാധിക്കുകയുള്ളൂ. ഇത്തരം ചെറിയ പ്രായത്തിൽ സ്വന്തം മകളെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കിയ ആ അച്ഛനും അമ്മയ്ക്കും ഒരു വലിയ സല്യൂട്ട് കൊടുത്തില്ലെങ്കിൽ അത് നമ്മൾ ചരിത്രത്തോട് ചെന്ന് ചെയ്യുന്ന വലിയ നീതികേടായി പോകും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ശരി.